കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഐറ്റം വളരെ വ്യത്യസ്തമായ ഒരു പായസമാണ്, പഴം പാൽ പായസം. അത് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കുന്നതിന് മുൻപായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വരൂ നമുക്ക് പഴം പാൽ പായസം എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. ഒരു കിലോ പൂവൻ പഴമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് മിക്സിയിലിട്ട് അടിച്ച് എടുക്കുകയാണ് നമ്മൾ. നല്ല വൃത്തിയായിട്ട് അരിഞ്ഞ് കിട്ടണം. അതിൻ്റെ കൂടെ നമ്മൾ പഞ്ചസാരയും കൂടെ ഒരു 300 ഗ്രാം പഞ്ചസാരയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പഞ്ചസാര മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് അതിൻ്റെ കൂടെ ഒഴിക്കുകയാണ്. അത് നല്ലോണം ഒഴിച്ച ശേഷം നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് നെയ്യ്, അതായത് ഒരു 50 ഗ്രാം നെയ്യ് പാത്രത്തിലോട്ട് ഒഴിക്കുന്നു. അതിനുശേഷം നമ്മൾ കശുവണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുകയാണ്. അത് വറുത്ത ശേഷം നമ്മൾ ഉണക്ക മുന്തിരിങ്ങ വറുത്തെടുക്കുകയാണ്. നമ്മളൊരു 25 ഗ്രാം വെച്ച് രണ്ടും ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ, കുറച്ചേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് അതിനുശേഷം അത് കോരിയ ശേഷം നമ്മൾ അടിച്ചൊഴിച്ച പഴം പാത്രത്തിലോട്ട് ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് അത് വേവിച്ചെടുക്കുകയാണ്. ഇളക്കിക്കൊണ്ടിരിക്കണം, അടുക്കി പിടിക്കും, അല്ല കട്ട പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലോണം അത് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ച പാലാണ്, ഒരു 1.5 ലിറ്റർ പാലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ തിളപ്പിച്ച് വെച്ചതാണ്. അതുകൂടെ അതിൻ്റെ കൂടെ ഇട്ട് ശരിക്കും വൃത്തിയായിട്ട് മിക്സ് ചെയ്ത് നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കിയില്ല, അത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലോണം ഇളക്കുക. നമ്മുടെ പായസം ഏതാണ്ട് റെഡിയായി. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കശുവണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ ഇളക്കുന്നു. അതിനുശേഷം നമ്മൾ ഒരു 10 തുള്ളി നെയ്യും കൂടി ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് അത് ഇളക്കിയെടുക്കുന്നു. പഴമായതുകൊണ്ട് അധികം വേവാനൊന്നുമില്ല, പെട്ടെന്നത് വെന്ത് കിട്ടും. ഒരു 15 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. അത് ഇളക്കി കഴിഞ്ഞ ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഏലക്കായും ജീരകവും ശകലം ചുക്കൂടെ, ഒരു കഷ്ണം ചുക്കൂടെ അതിൻ്റെ കൂടെ പൊടിച്ചെടുത്ത് ഇളക്കുന്നു. ഇപ്പം നമ്മുടെ പായസം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ഒന്നാം തരം പഴം പാൽ പായസമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. സൂപ്പർ.